ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ അകത്തേക്ക് ഇന്ദ്രിയങ്ങളിൽ കൂടി ഭോഗങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ പുറത്തേക്കും വിടുന്നുണ്ട്. അകത്തേക്ക് എടുക്കുന്നത് നല്ലതാണെങ്കിൽ മാത്രമേ പുറത്തേക്ക് വിടുന്നതും നല്ലതാവുകയുള്ളൂ. അതുകൊണ്ട് നാം എങ്ങനെയായിരിക്കണം ഒരു വ്യക്തിയോട് പെരുമാറേണ്ടത് എന്ന് പറയുന്നു. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നാം ശുദ്ധീകരിക്കേണ്ടത്? അത് വളരെയധികം നമ്മുടെ വാക്കുകളും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എപ്പോഴും ശുദ്ധമായിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ എന്തു വേണം എന്ന് പറയുന്നു. രാഗാദികൾ മനസ്സിനും അസത്യാദികൾ വാക്കിനും അശുദ്ധി ചേർക്കാതമ്മട്ടിൽ ആനന്ദിക്കും മനീഷികൾ. മനീഷി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരായ വ്യക്തികൾ. എങ്ങനെയാണ് ജീവിക്കുക, നമ്മളും എപ്രകാരം ജീവിക്കണം എന്ന് പറയുന്നു. രാഗാദികൾ, രാഗം, ദ്വേഷം. രാഗം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ എനിക്ക് വേണം. ചില വസ്തുക്കളോടൊക്കെ അങ്ങേയറ്റത്തെ ഇഷ്ടം തോന്നും, അതിനാണ് രാഗം. ദ്വേഷം, ചിലതിനോട് നമുക്ക് വെറുപ്പ് തോന്നും, ചിലതിനോട് ഇഷ്ടം തോന്നും. രാഗം, ദ്വേഷം, മതം, മാത്സര്യം, അഹങ്കാരം, ദമ്പ്, ഇതെല്ലാം രാഗാദികൾ എന്ന ഒറ്റപ്പദത്തിൽ ഉൾക്കൊള്ളുന്നു. രാഗാദികളാണ് മനസ്സിനെ അശുദ്ധമാക്കുന്നത്. രാഗദ്വേഷ മതമത്സര്യാദികളാണ് അസൂയ, പക, വിദ്വേഷം, പ്രതികാരം. ഇതൊക്കെ മനസ്സിനെ അശുദ്ധമാക്കുന്നതാണ്. അതാണ് രാഗാദികൾ മനസ്സിനും അസത്യാദികൾ വാക്കിനും. ഇനി നമ്മുടെ വാക്കിനെ അശുദ്ധമാക്കുന്നത് എന്താണ്? അസത്യം, കാപട്യം, കപടതരമായ വാക്കുകൾ പറയുക, പരുഷമായ വാക്കുകൾ സംസാരിക്കുക, വഞ്ചിക്കാൻ പറ്റുന്ന വാക്കുകൾ പറയുക, കാപട്യം, ചതി, വഞ്ചന, പ്രതികാരം എന്നിവ നിറഞ്ഞ വാക്കുകൾ നമ്മുടെ വാക്കിനെ അശുദ്ധമാക്കുന്നതാണ്. എന്നാൽ സ്നേഹം, ദയ, പരോപകാരം എന്നിവയ്ക്കുതകുന്ന വാക്കുകൾ, കാരുണ്യപരമായ വീക്ഷണവും, അതുപോലെ നല്ല വാക്കുകൾ, സത്യം പറയുക, സത്യം പറയണം, സ്നേഹത്തോടുകൂടി നാം പെരുമാറണം, മൃദുലമായി സംസാരിക്കണം, മാർദ്ദവത്തോടുകൂടിയായിരിക്കണം നമ്മുടെ വാക്കുകൾ പ്രയോഗിക്കേണ്ടത്. ഇത് നാം ശ്രദ്ധിക്കണം. അസത്യാദികൾ വാക്കിനെ അശുദ്ധമാക്കും. അതുപോലെ അശുദ്ധി ചേർക്കാതമ്മട്ടിൽ, ഇപ്രകാരം നമ്മുടെ മനസ്സിനെയും വാക്കിനെയും അശുദ്ധി ഉണ്ടാക്കാതെ ആനന്ദിക്കുന്നവരാണ് മനീഷികൾ. എന്നാൽ മനസ്സിനെ ജയിച്ചവർ. മനസ്സിനെ ജയിച്ചവർക്ക് മാത്രമേ ആത്മതത്വം അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ മനസ്സിനെ ജയിച്ച മഹത്തുക്കളായ വ്യക്തികൾ എപ്പോഴും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ആനന്ദിക്കാൻ എന്താ കാരണം? അവരുടെ വാക്കുകളിൽ അസത്യം അല്പം പോലും ഉണ്ടാവില്ല. അതുപോലെ അവരുടെ മനസ്സിൽ രാഗദ്വേഷാദികൾ ഉണ്ടാവുകയില്ല. അതുപോലെ അവരുടെ ദേഹവും അവരുടെ മനസ്സും അവരുടെ ബുദ്ധിയും എല്ലാം പരമപവിത്രമാക്കി വയ്ക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്രകാരമായിരിക്കണം നമ്മളും ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ നമുക്ക് തരുന്ന സന്ദേശം. രാഗാദികൾ മനസ്സിനും അസത്യാദികൾ വാക്കിനും അശുദ്ധി ചേർക്കാതമ്മട്ടിൽ ആനന്ദിക്കും മനീഷികൾ.